ദേശീയ പരിസ്ഥിതി സംരക്ഷണ സമിതി കേരളയുടെ നേതൃത്വത്തിൽ സമുദ്ര ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛതീരം സുരക്ഷിത തീരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതത്വത്തിന് ഒരു മുറി എന്ന സന്ദേശത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം ബീച്ചും അതിനോട് ചേർന്നുള്ള അനുബന്ധ സ്ഥലങ്ങളിലുമാണ് സ്വച്ഛതാ യജ്ഞം സംഘടിപ്പിച്ചത്. മാലിന്യങ്ങളിൽ നിന്ന് സമുദ്രവും തീരവും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വച്ഛതീരം സുരക്ഷിത തീരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം ബീച്ചിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായി നവംബറിൽ നടക്കാനിരിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇവിടെ ഇപ്പം NSS വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ കടൽ തീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശുചീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. അത് ഏറ്റവും മികച്ച രീതിയിൽ ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ഇവിടെ പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പരിസരങ്ങൾ, അതുപോലെ തന്നെ കടൽ തീരങ്ങൾ, അതുപോലെ പൊതു ഇടങ്ങളെല്ലാം മാലിന്യമുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതുതലമുറ ഏറ്റെടുക്കണം. അതിനുള്ള ഒരു സന്ദേശം കൂടി ഈ പ്രവർത്തനങ്ങളിലൂടെ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. സുരക്ഷിതത്വത്തിന് ഒരു മുറി എന്ന സന്ദേശത്തിൽ നടത്തിയ യജ്ഞത്തിൽ NSSന്റെ ജില്ലാ സംസ്ഥാന കോർഡിനേറ്റർമാർ പങ്കെടുത്തു. വിവിധ തൊഴിൽ പ്രസ്ഥാനങ്ങൾ, വിദ്യാനികേതൻ സ്കൂളുകൾ, അയ്യപ്പ സമാജം, അമൃതാനന്ദമയി മഠം, മറ്റ് സാമൂഹിക സംഘടനകൾ എന്നിവിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകർ യജ്ഞത്തിന്റെ ഭാഗമായി. സേവാഭാരതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് കേണൽ S. ഡിന്നി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രമുഖ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ സൈനുദ്ദീൻ പട്ടാഴി, മത്സ്യത്തൊഴിലാളി സംഘം ദേശീയ സെക്രട്ടറി P. ജയപ്രകാശ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, കൊല്ലം.